നമസ്കാരം. വിശ്വാസ ആചാരപ്രകാരം ക്ഷേത്ര പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനത്താണ് ക്ഷേത്ര തന്ത്രിയെ കണക്കാക്കുന്നത്. മാതൃസ്ഥാനത്ത് ക്ഷേത്രം മേൽശാന്തിയെ. അതായത് ആ പ്രതിഷ്ഠയ്ക്ക് ജന്മം നൽകിയത് തന്ത്രി, അതിനെ നിവേദ്യവും മറ്റും നൽകി കുളിപ്പിച്ച് പരിപാലിച്ചു പോകുന്നത് മേൽശാന്തി. അങ്ങനെയാണ് സങ്കല്പം. ഈ ശബരിമല ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് താഴമൺ തന്ത്രി കുടുംബമോ ആ സമയത്ത് തന്ത്രിയായിരുന്ന വ്യക്തിയോ ചില പ്രതികരണങ്ങളൊക്കെ നടത്തി എന്നുള്ളതല്ലാതെ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കേണ്ട വ്യക്തിയാണ്. ഈ വിഷയത്തിൽ, അതായത് ഭഗവാന്റെ ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും വാതിൽപ്പടിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതികരണം തന്ത്രി അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതേയില്ല. അത് അങ്ങനെയാണോ വേണ്ടത്? അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അദ്ദേഹത്തിനും ഇതിൽ പങ്കുണ്ടോ? എന്തായാലും തന്ത്രി അറിയാതെ ഇത്രയും കാര്യങ്ങളൊന്നും ശബരിമല ശ്രീകോവിലിൽ ഒരുവേള നടപ്പന്തലിലോ അല്ലെങ്കിൽ ഓഫീസിലോ നടന്നേക്കാം. പക്ഷേ ശ്രീകോവിൽ, ഭഗവാന്റെ തങ്ക ശ്രീകോവിലിൽ ഇതൊന്നും നടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സാധാരണ സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത്. തന്ത്രിയുടെ മൊഴിയെടുക്കാത്തതെന്ത്, തന്ത്രിയെ ചോദ്യം ചെയ്യാത്തതെന്ത്, തന്ത്രിക്ക് നേരെ അന്വേഷണം കടന്നു ചെല്ലാത്തതെന്ത് എന്ന ചോദ്യം ചില ഭക്തജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്തായാലും തന്ത്രി കണ്ഠര രാജീവ് ഈ സ്വർണ്ണപ്പാളി ഉരുക്കി സ്വർണം മാറ്റിയെടുത്ത് ബംഗളൂരുവിലെ ജുവല്ലറിയിലും ഒക്കെ എത്തിയിരുന്നതായുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തിനാണ് ഈ ഉരുക്കുന്നിടത്തും ഇത് നേരെയാക്കുന്നിടത്തും ഒക്കെ തന്ത്രി കണ്ഠര രാജീവര് പോയത്? അദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ പൂജയും മറ്റു കാര്യങ്ങളും അല്ലേ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. ഇനി ഇത് ഉരുക്കി മാറ്റിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അദ്ദേഹം നേരിട്ട് പോകേണ്ട കാര്യം എന്താണ്? അതുപോലെ ഈ കാലയളവിൽ ശബരിമലയിലെ വാജിവാഹൻ, അതായത് സ്വർണ്ണ കുതിര, തന്ത്രി കണ്ഠര രാജീവര് വീട്ടിൽ കൊണ്ടുവച്ചത് എന്തിനാണ്? അത് ആചാരപ്രകാരമാണെന്നൊക്കെ ചില വാക്കുകൾ കേട്ടു. നമുക്ക് തോന്നുന്നില്ല, നമുക്ക് അറിയുകയുമില്ല അത്തരം ഒരു ആചാരമുണ്ടോ, ഭഗവാന്റെ വാഹനം തന്ത്രിയുടെ വീട്ടിലാണ് ഇരിക്കേണ്ടത് എന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. സ്വർണ്ണക്കൊള്ളയുടെ വിഹിതം ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിൽ നിന്നും ആചാര സംരക്ഷണ പ്രക്ഷോഭകാലത്ത് രാഹുൽ ഈശ്വറും ഒക്കെ വിഹിതം പറ്റിയതായി രാഹുൽ ഈശ്വർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തന്ത്രിയുടെ അനന്തരവനാണ്, വകയിൽ ഒരു അനന്തരവനാണ്. അപ്പം അത്തരത്തിൽ ഈ രാജീവ് തന്ത്രിയുടെ അനന്തരവനാണ്. അപ്പം ഇദ്ദേഹം ഈ പത്മകുമാറിനെ അടക്കം വളരെ കാര്യമായി ന്യായീകരിച്ചുകൊണ്ട് സാർ എന്ന് 1000 വട്ടം വിളിച്ചുകൊണ്ടൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും വാർത്താ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഈ തന്ത്രി കുടുംബത്തിന്, രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബ അംഗമല്ല, അവിടുത്തെ മരുമകനാണ്. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ ഈ തന്ത്രി കുടുംബവും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലേ, അല്ലെങ്കിൽ തന്ത്രിയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലേ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് പല വാർത്തകളും പല സൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് നേരെ ആ ഒരു ചോദ്യശരങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. 2019 ശബരിമലയിൽ നിന്ന് കട്ടിള പാളികളിൽ നിന്ന് ഉരുക്കി മാറ്റിയെടുത്ത സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ അന്നത്തെ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര രാജീവരും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും ചേർന്ന് പങ്കിട്ടെടുത്തതായും ചില ആരോപണങ്ങൾ, ചില കരക്കമ്പികൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്, എന്നാലും ചില കരക്കമ്പികൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ആഭരണമാക്കി മാറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠര രാജീവരും ഒക്കെ ചേർന്ന് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തന്ത്രിയിലേക്ക്, ശബരിമല തന്ത്രിയിലേക്കും തന്ത്രി കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ തന്നെ ഈ അന്വേഷണം ചെല്ലേണ്ടതല്ലേ? ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇദ്ദേഹത്തിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഈ തന്ത്രി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെയും ആ ക്ഷേത്ര ചൈതന്യത്തിന്റെയും ശ്രീകോവിലിന്റെയും ആ വിഗ്രഹത്തിന്റെയും പ്രതിഷ്ഠയുടെയും ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇത്രയും ഗുരുതരമായ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടും തന്ത്രിയായിരുന്ന കണ്ഠര രാജീവരോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പല തന്ത്രിമാരോ ഈ വിഷയത്തിൽ വ്യക്തമായൊരു പ്രതികരണം നടത്തിയില്ല എന്നത് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നു എന്നതിലേക്ക് കൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും. എന്തൊക്കെ വന്നാലും ശരി, ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് തന്ത്രിയായിരുന്ന വ്യക്തിയും തന്ത്രി കുടുംബവും സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും അന്വേഷണം അദ്ദേഹത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും എത്തുക തന്നെ വേണം.